1.5 വർഷത്തിന് ശേഷം ജനുവരി 19-നാണ് ഗാസയിൽ വെടിനിർത്തൽ വന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ അത്ര സുഖകരമല്ല. ബന്ദികളെ കൈമാറുന്നതിൽ നിന്നും ഹമാസ് പിന്മാറുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെയും യുഎസിന്റെയും ഭീഷണികളും ഗാസയെ വീണ്ടും നരകതുല്യമാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഇസ്രായേലി തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം ആക്രമണം പുനരാരംഭിക്കുമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹമാസ് തോൽക്കുന്നതുവരെ ഈ ആക്രമണം തുടരുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെ പിന്തുണച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ഹമാസ് തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ ഉടമ്പടി റദ്ദാക്കാൻ ശ്രമിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇതിനിടയിൽ ഗാസയിലെ ജനങ്ങൾ കടുത്ത ഭക്ഷ്യക്ഷാമവും വെള്ളക്ഷാമവും മെഡിക്കൽ സപ്ലൈസ് ക്ഷാമവും അനുഭവിക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശനിയാഴ്ചത്തെ അന്ത്യശാസനത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ മാസം ആരംഭിച്ച വെടിനിർത്തൽ ഉടമ്പടി ഹമാസ് ലംഘിച്ചുവെന്നാണ് നെതന്യാഹുവിന്റെ ആരോപണം. തടവുകാരെ ഘട്ടം ഘട്ടമായി വിട്ടയക്കുമെന്നായിരുന്നു ഹമാസിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇസ്രായേൽ ഉടമ്പടി ലംഘിച്ചുവെന്നാരോപിച്ച് തിങ്കളാഴ്ച ഹമാസ് കൂടുതൽ തടവുകാരെ വിട്ടയക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ഇസ്രായേൽ സൈന്യം വെടിവെപ്പും ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിലെ കാലതാമസവും ഉണ്ടാക്കിയെന്നാണ് ഹമാസിന്റെ ആരോപണം. ഹമാസ് ഉടമ്പടി ലംഘിക്കുകയും ഞങ്ങളുടെ തടവുകാരെ വിട്ടയക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൈന്യത്തെ ഗാസ അതിർത്തിയിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടുവെന്ന് നെതന്യാഹു സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഹമാസിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായ സാമി അബു സുഹ്രി നെതന്യാഹുവിന്റെ അന്ത്യശാസനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ തങ്ങളുടെ വാക്കുപാലിക്കുകയാണെങ്കിൽ മാത്രമേ തടവുകാരെ വിട്ടയക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഭീഷണിയുടെ ഭാഷ അർത്ഥശൂന്യമാണ്, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം റോയിട്ടേഴ്സിനോട് പറഞ്ഞു. മാനുഷിക സഹായം തടയുന്നില്ലെന്നും നിയന്ത്രിത പ്രദേശങ്ങളിലേക്ക് സിവിലിയന്മാർ അടുത്തതിനോടുള്ള പ്രതികരണമായാണ് സൈനിക നടപടികളെന്നുമാണ് ഇസ്രായേൽ വാദിക്കുന്നത്. ഇസ്രായേലിന്റെ ശക്തനായ സഖ്യകക്ഷിയായ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ്. ശനിയാഴ്ചയ്ക്കകം ഹമാസ് എല്ലാ തടവുകാരെയും വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ ഉടമ്പടി റദ്ദാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ പ്രദേശം നരകതുല്യമായിരിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തെ തുടർന്ന് ഭക്ഷണം, വെള്ളം, മെഡിക്കൽ സപ്ലൈസ് എന്നിവയുടെ കടുത്ത ക്ഷാമം അനുഭവിക്കുന്ന ഗാസയിലെ പലസ്തീനികളും ട്രംപിന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകം അനുഭവിച്ചതിനേക്കാൾ മോശമായ നരകമോ അതിനിയുണ്ടാകില്ലെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അതേസമയം ഭീഷണികൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണ് ട്രംപിന്റെ ഭീഷണി സംബന്ധിച്ച് ഹമാസ് പ്രതികരിച്ചിട്ടുള്ളത്. ഇരുപക്ഷവും പാലിക്കേണ്ട ഒരു കരാറുണ്ട്. ബന്ദികളുടെ മോചനത്തിനുള്ള ഒരേയൊരു മാർഗം ഇതുമാത്രമാണെന്നും ട്രംപ് ഓർക്കണം. ഭീഷണിയുടെ ഭാഷയെ വിലമതിക്കുന്നില്ല, അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുകയെന്നും ഹമാസ് പ്രതിനിധി പ്രതികരിക്കുകയും ചെയ്തു. 2023 ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധം ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായ ഗാസയെ തകർത്ത് കളഞ്ഞിരുന്നു. ഈ സംഘർഷം 20 ലക്ഷത്തിലധികം പലസ്തീനികളെ പലായനത്തിലേക്ക് നയിച്ചു. ബലപ്രയോഗത്തിലൂടെയുള്ള ഒഴിപ്പിക്കൽ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. അന്താരാഷ്ട്ര നിയമലംഘനങ്ങളെക്കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു.